ഒരു കുഞ്ഞിന്റെ ചിരി ഒരു വീടിന്റെ സന്തോഷമാണ്. ഒരു കുഞ്ഞിന്റെ കളികൾ ഒരു കുടുംബത്തിന്റെ പ്രതീക്ഷയാണ്. പക്ഷെ നെടുമങ്ങാട്ടെ 1.5 വയസ്സുകാരൻ അർഷിത്തിന്റെ കഥ അതൊരു കുഞ്ഞിന്റെ കഥ മാത്രമല്ല, കേരളത്തിന്റെ മനസാക്ഷിയെ നടുക്കിയ ഒരു വേദനയുടെ കഥയാണ്. ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് ആ കുഞ്ഞിന്റെ അവസാന ദിവസങ്ങളെ കുറിച്ചാണ്. അവൻ അനുഭവിച്ചിരിക്കാമെന്ന് കരുതപ്പെടുന്ന വേദനയെ കുറിച്ചാണ്. അവന് ലഭിക്കാതെ പോയ സംരക്ഷണത്തെ കുറിച്ചാണ്. ഒടുവിൽ അവന്റെ മരണത്തിലേക്ക് നയിച്ച സംഭവങ്ങളെ കുറിച്ചാണ്. അഷിത് 1.5 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു കുഞ്ഞ്. ജീവിതം എന്താണെന്ന് പോലും അറിയാത്ത പ്രായം. അമ്മയെ ചേർത്ത് പിടിക്കാനും കളിപ്പാട്ടങ്ങളുമായി കളിക്കാനും ചിരിക്കാനും കരയാനും മാത്രം അറിയാവുന്ന ഒരു കുഞ്ഞ്. പക്ഷെ ആ കുഞ്ഞിന്റെ ജീവിതം വളരെ പെട്ടെന്ന് ദുരന്തത്തിലേക്ക് നീങ്ങുകയായിരുന്നു. ചുള്ളിമാനൂർ പാറക്കുളി സ്വദേശിയായ അഖിലായിരുന്നു അഖിലയെ ആദ്യം വിവാഹം കഴിച്ചത്. 2 വർഷം മുൻപ് അഖിൽ മരണപ്പെട്ടു. ആ സമയം അഖില ഗർഭിണിയായിരുന്നു. ഭർത്തൃവീട്ടുകാരുമായി സഹകരണം കുറവായിരുന്ന അഖില കുഞ്ഞ് ജനിച്ച ശേഷം മാറി താമസിച്ചു. ഇതിനിടെയാണ് അഷ്കർ എന്ന യുവാവിനെ പരിചയപ്പെടുന്നതും ഒരുമിച്ച് താമസിക്കുന്നതും. ആദ്യകാലത്ത് കുഞ്ഞിനോട് വലിയ സ്നേഹം കാണിച്ചിരുന്നുവെന്നാണ് ബന്ധുക്കൾ പറയുന്നത്. ഈ പറയുന്ന അഷ്കർ കുഞ്ഞിനെ കയ്യിലെടുക്കും, നടക്കും, ഭക്ഷണം കൊടുക്കും, എല്ലാവരുടെയും മുന്നിൽ സ്നേഹമുള്ള ഒരാളായി പെരുമാറും. അത് കണ്ടപ്പോൾ കുടുംബത്തിനും സംശയമൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ സമയം കടന്നു പോയപ്പോൾ ചില കാര്യങ്ങൾ മാറി തുടങ്ങി. കുഞ്ഞിന്റെ ശരീരത്തിൽ ചെറിയ ചെറിയ പരിക്കുകൾ കണ്ടു തുടങ്ങി. പിന്നീട് ഒരു ദിവസം കുഞ്ഞിന്റെ കൈ ഒടിഞ്ഞു. സൈക്കിളിൽ നിന്ന് വീണതാണ് എന്നാണ് വിശദീകരണം നൽകിയത്. എന്നാൽ അമ്മൂമ്മയായ റീനയ്ക്ക് അത് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. ഒരു കുഞ്ഞ് വീണ് ഒരു കൈ ഒടിയാം, അത് സ്വാഭാവികം. പക്ഷേ തുടർച്ചയായി സംഭവിക്കുന്ന കാര്യങ്ങൾ അവരുടെ മനസ്സിൽ സംശയം സൃഷ്ടിച്ചു. അവർ പോലീസിനെ സമീപിച്ച് കാര്യം പറഞ്ഞു. കുഞ്ഞിനെ തനിക്ക് നൽകണമെന്ന് ആവശ്യപ്പെട്ടു. ഞാൻ നോക്കിക്കൊള്ളാം, എന്റെ കൊച്ചിനെ എനിക്ക് തിരികെ നൽകിക്കൊള്ളൂ എന്നവർ അപേക്ഷിച്ചു. പക്ഷേ നിയമപരമായി കുഞ്ഞ് അമ്മയുടെ സംരക്ഷണത്തിലായതിനാൽ അമ്മൂമ്മയ്ക്ക് കൊടുക്കുന്ന കാര്യം സാധ്യമായില്ല. ഈ അമ്മൂമ്മയുടെ വാക്കുകളിൽ ഏറ്റവും കൂടുതൽ വേദന നിറഞ്ഞത് ഞാൻ ഈ പറയാൻ പോകുന്ന കാര്യമാണ്. എന്റെ വീട്ടിൽ നിന്നും കുഞ്ഞിനെ കൊണ്ടുപോകുമ്പോൾ അവന്റെ ശരീരത്തിൽ ഒരു മുറിവ് പോലും ഉണ്ടായിരുന്നില്ല. എന്റെ പൊന്നുമോൻ സുരക്ഷിതനായിരുന്നു. ഇവിടെ മുതലാണ് ഈ കഥ കൂടുതൽ വേദനാജനകമാകുന്നത്. കാരണം പിന്നീട് പുറത്തു വന്ന വിവരങ്ങൾ അനുസരിച്ച് ആ ദിവസങ്ങളിൽ കുഞ്ഞ് ക്രൂരമായ മർദ്ദനങ്ങൾക്കിരയായിരുന്നുവെന്നാണ് പോലീസ് പറയുന്നത്. കുഞ്ഞ് കരഞ്ഞിട്ടുണ്ടായിരുന്നോ? അവൻ സഹായത്തിനായി കൈ നീട്ടിയിട്ടുണ്ടാകുമോ? അവന്റെ വേദന ആരെങ്കിലും കേട്ടിട്ടുണ്ടാകുമോ? ഈ ചോദ്യങ്ങൾ ഇന്ന് കേരളത്തിലെ ഓരോ മനുഷ്യന്റെയും മനസ്സിലുണ്ട്. പിന്നീട് എത്തിയത് ആ നിർണായക ദിവസമാണ്, കഴിഞ്ഞ വെള്ളിയാഴ്ച. ഭക്ഷണം തൊണ്ടയിൽ കുടുങ്ങി എന്നൊരു വിവരമാണ് ആദ്യം പുറത്തു വന്നത്. അഷ്കർ കുഞ്ഞിനെ ആശുപത്രിയിൽ എത്തിച്ചു. കുടുംബ അംഗങ്ങൾക്കും അങ്ങനെയാണ് അറിയിച്ചത്. പക്ഷെ ആശുപത്രിയിലെത്തിയ കുഞ്ഞ് മരിച്ചു. കുഞ്ഞിനെ പരിശോധിച്ച ഡോക്ടർമാർക്കും പിന്നീട് മൃതദേഹ പരിശോധന നടത്തിയവർക്കും സംശയം ഉയർന്നു. കാരണം കുഞ്ഞിന്റെ ശരീരത്തിൽ ഉണ്ടായിരുന്ന മുറിവുകൾ സാധാരണ ഒരു സംഭവത്തിന്റെ ഭാഗമായിരുന്നില്ല. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ കുഞ്ഞിന്റെ ശരീരത്തിൽ 50-ലധികം മുറിവുകൾ ഉണ്ടായിരുന്നു എന്നാണ് പോലീസ് വ്യക്തമാക്കിയത്. ചിലത് പഴയ മുറിവുകൾ, ചിലത് പുതിയ മുറിവുകൾ. ഇവയിൽ പലതും കുഞ്ഞിന്റെ എല്ലുകൾക്ക് ഒടിവ് കണ്ടെത്തി. ജനനേന്ദ്രിയത്തിലും പരിക്കുണ്ടായിരുന്നു. കൈകാലുകളിലും മുതുകിലും പൊള്ളലേറ്റതിന്റെ അടയാളങ്ങൾ. ഈ പൊള്ളൽ സിഗരറ്റ് വെച്ച് കുത്തിച്ച് പൊള്ളിച്ചതാകാമെന്ന് ഈ കുഞ്ഞിന്റെ അച്ഛന്റെ കുടുംബം നേരത്തെ പറഞ്ഞിരുന്നു. ആന്തരിക അവയവങ്ങൾക്കേറ്റ ക്ഷതവും ക്രൂരമായ ശാരീരിക മർദ്ദനവുമാണ് മരണത്തിലേക്ക് നയിച്ചത് എന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നത്. ഈ കണ്ടെത്തലുകളാണ് ഈ കേസിന്റെ ദിശ പൂർണ്ണമായും മാറ്റിമറിച്ചത്. അന്വേഷണം കൊലപാതകത്തിലേക്ക് നീങ്ങി. പിന്നീട് പോലീസ് അഷ്കറിനെ ചോദ്യം ചെയ്തു. ചോദ്യം ചെയ്യലിൽ താൻ കുഞ്ഞിനെ പലതവണ മർദ്ദിച്ചിട്ടുണ്ടെന്ന് അയാൾ തന്നെ സമ്മതിച്ചു. ഭക്ഷണം കഴിക്കാത്തതിന്റെ പേരിൽ കുഞ്ഞിനെ മർദ്ദിച്ചുവെന്നാണ് റിപ്പോർട്ട്. ഇതിലും ഭയാനകമായ ആരോപണങ്ങൾ അന്വേഷണത്തിൽ പുറത്തു വന്നു. കുഞ്ഞിനെ അയാൾ ഭിത്തിയിൽ വെച്ച് തലയിടിപ്പിച്ചു. ഇത് കേട്ടപ്പോൾ കേരളം മുഴുവനും നടുങ്ങി. കാരണം ഇവിടെ ഇരയായത് ഒരു മുതിർന്ന ആളല്ല, ഒരു കുറ്റവാളിയല്ല, സ്വയം രക്ഷപ്പെടാൻ പോലും കഴിയാത്ത 1.5 വയസ്സുകാരനാണ്. അവന്റെ കണ്ണീരിന് സാക്ഷികളില്ല.
അവന്റെ വേദനയ്ക്ക് ശബ്ദമില്ല. അവന്റെ ഭയത്തിന് സാക്ഷ്യം പറയാൻ അവൻ ഇന്ന് ജീവനോടെ ഇല്ല. തുടർന്ന് അഷ്കറിനെ സംഭവ സ്ഥലത്ത് എത്തിച്ച് തെളിവെടുപ്പ് നടത്തി. അവിടെ നിന്നാണ് മറ്റൊരു നാടകീയ രംഗം അരങ്ങേറിയത്. ഇയാളെ വീട്ടിലെത്തിച്ചപ്പോൾ രോഷാകുലരായ നാട്ടുകാർ പ്രതിഷേധവുമായി രംഗത്തെത്തി. പോലീസ് സുരക്ഷാ വലയത്തിനിടയിൽ പോലും ചിലർ ഇയാളെ ആക്രമിക്കാൻ ശ്രമിച്ചു. പ്രതിയെ കൊണ്ടുവന്ന വാഹനം വരെ അടിച്ചു തകർക്കുന്ന സാഹചര്യം ഉണ്ടായി. ഇത് ഒരു കേസിനോടുള്ള ജനങ്ങളുടെ പ്രതികരണം മാത്രമായിരുന്നില്ല. സംസാരിക്കാൻ പോലും കഴിയാത്ത ഒരു കുഞ്ഞിന് സംഭവിച്ച ദുരന്തത്തോടുള്ള ഒരു സമൂഹത്തിന്റെ രോക്ഷമാണ്. ഒരു സമൂഹത്തിന് മുഴുവനും ഈ സംഭവം സഹിക്കാനായില്ല. ഒരു കുഞ്ഞിന്റെ മേൽ ഇത്രയും ക്രൂരത നടന്നുവെന്ന വാർത്ത ആളുകളെ പ്രകോപിപ്പിച്ചു. ഇതിനിടെ കുഞ്ഞിന്റെ അമ്മ അഖിലയും പോലീസ് കസ്റ്റഡിയിലെടുത്തു. അവർക്കെതിരെയും അന്വേഷണം തുടരുന്നു. സംഭവത്തിൽ കൂടുതൽ ആളുകൾക്ക് പങ്കുണ്ടോ എന്നുള്ളതും പരിശോധിക്കപ്പെടുന്നു. പക്ഷെ ഈ കേസിൽ ഏറ്റവും വേദനാജനകമായ ഒരു നിമിഷം കോടതിയിലോ പോലീസ് സ്റ്റേഷനിലോ ഉണ്ടായതല്ല. അത് കുഞ്ഞിന്റെ സംസ്കാര സമയത്തായിരുന്നു. 1.5 വർഷം മാത്രം ഈ ഭൂമിയിൽ ജീവിച്ച ഒരു കുഞ്ഞ്, ഒരു ജീവിതം മുഴുവനും ജീവിക്കേണ്ടവൻ, ഒരു സ്കൂൾ ബാഗ് പോലും ചുമക്കാൻ അവസരം ലഭിക്കാതെ, ഒരു അച്ഛൻ എന്ന് വിളിക്കാൻ പോലും അവസരം നഷ്ടപ്പെട്ട് ഒടുവിൽ ഒരു ചെറിയ വെള്ളപ്പുതപ്പിൽ പൊതിഞ്ഞ യാത്രയായി. അവിടെ അമ്മൂമ്മയുടെ കണ്ണീരുണ്ടായിരുന്നു, ബന്ധുക്കളുടെ നിലവിളി ഉണ്ടായിരുന്നു. പക്ഷേ അർഷിത് അതൊന്നും കേൾക്കുന്നുണ്ടായിരുന്നില്ല. ഇനി കേരളം മുഴുവനും ഒരു ഉത്തരത്തിനായി കാത്തിരിക്കുകയാണ്. 1.5 വയസ്സുകാരൻ അർഷിത്തിന് യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചത്? അവന്റെ അവസാന ദിവസങ്ങൾ എങ്ങനെയായിരുന്നു? അവൻ അനുഭവിച്ച വേദന ആരെങ്കിലും തിരിച്ചറിഞ്ഞോ? ഈ ചോദ്യങ്ങൾക്കുള്ള അന്തിമ ഉത്തരം കണ്ടെത്തേണ്ടത് അന്വേഷണ സംഘവും കോടതിയുമാണ്. കുറ്റം കോടതിയിൽ തെളിയിക്കപ്പെടേണ്ടതുണ്ട്. ഇതിൽ തെറ്റ് ചെയ്തവരെല്ലാം ശിക്ഷിക്കപ്പെടേണ്ടതുണ്ട്. പക്ഷെ ഒരു കാര്യം ഉറപ്പാണ്, അർഷിത് എന്ന കുഞ്ഞിന്റെ കഥ ഇനി കേരളം മറക്കില്ല. കാരണം അവന് സംസാരിക്കാൻ കഴിഞ്ഞില്ല. പക്ഷെ അവന്റെ മരണമാണ് ഒരു സമൂഹത്തോട് സംസാരിച്ചത്. ഈ കുഞ്ഞിന് നീതി ലഭിക്കണം. അർഷിതിന്റെ കഥ നമ്മെ പഠിപ്പിക്കുന്നത് ഒരു കാര്യമാണ്, കുഞ്ഞുങ്ങൾക്ക് വേണ്ടി സംസാരിക്കാൻ പലപ്പോഴും അവർക്ക് തന്നെ കഴിയില്ല. അതുകൊണ്ട് അവരുടെ ഭയവും കണ്ണീരും വേദനയും തിരിച്ചറിയേണ്ടത് മുതിർന്നവരുടെ ഉത്തരവാദിത്വമാണ്. ഒരു കുഞ്ഞിന്റെ ശരീരത്തിലെ ഒരു ചെറിയ മുറിവ് പോലും അവഗണിക്കരുത്. കാരണം ചിലപ്പോൾ ഒരു ചെറിയ സൂചന അവന്റെ ജീവൻ രക്ഷിച്ചേക്കാം. കുഞ്ഞുങ്ങളെ സ്നേഹിക്കുക, അവരെ സംരക്ഷിക്കുക, അവരുടെ ശബ്ദമായി മാറുക. കാരണം ഓരോ കുഞ്ഞും സുരക്ഷിതമായ ബാല്യം അർഹിക്കുന്നവരാണ്.